പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കണം, മഹത്വപ്പെടുത്തുന്ന നാമത്തിന് സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നിന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കവനൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം രാത്രിയാണത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി. വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം. അപ്പോൾ ഞാൻ സാറേ ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്, ഹാപ്പി മെരിമസ് എന്നൊക്കെ പറഞ്ഞ് സാറിന്
വിഷ് ചെയ്തേച്ചും ഞാൻ സാറിന് പറഞ്ഞു, സാർ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ അമ്മ പറഞ്ഞു കവനൻറ്റിന് ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സാറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്മൾ മലയാളത്തിൽ എന്നാ പറയണത്? ഡിസ്പോസിഷന് അനുകൂലമായ ഒരു സ്ഥിതി, ഒരു നിലപാട്. അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്പോസിഷൻ. ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിന് അപ്പോൾ സാറിനും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും. ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അമ്മ എന്താ ഈ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത്. മാതാവിൻ്റെ ഉടമ്പടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, ഉടനെ പ്രഗ്നൻ്റായി കഴിയുമ്പോൾ എന്താ, അവർക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ. അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത്. കുഞ്ഞിനൊന്നും കേട് വരരുത് എന്ന രീതിയിൽ അവർ ഇരിപ്പ് നോക്കും, അവർ കിടക്കുമ്പോൾ നോക്കും, ചരിയണ നോക്കും, എല്ലാം നോക്കും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത്. അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന്? അതാണ് എൻ്റെ കാര്യം. അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം, അനുകൂലമായ സഹകരണം. അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, കവനൻ്റെ ക്ലൈമറ്റ്. ഈ കവനൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. ക്ലൈമറ്റ് ഡിസ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത്. അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി. ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി. അതിലൊരു സാക്ഷ്യം ജിൻസി അലക്സ് കൊല്ലങ്കോട്. അവിടെ സാക്ഷ്യം, അവിടെ ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണ്. അപ്പോൾ ഉടനെ അവരെ ഈ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റുമ്പോൾ ഇവർക്കാണെങ്കിൽ കാര്യം അവർ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ പറയില്ലേ, പച്ചമലയാളത്തിൽ പറഞ്ഞ നിന്നോടം മറന്നു പോകണമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ആണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവളീ ഉടമ്പടി എടുത്തിരിക്കും. കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പോസിഷൻ രൂപപ്പെട്ടു വരും. ചിലർക്ക് ഉണ്ടാകത്തില്ല. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് യാന്ത്രികമായിട്ട് എടുത്തുകൊണ്ട് പോണ കാരണം അവർക്കുണ്ടാകത്തില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കുക. കാരണം ഞാൻ ഉടമ്പടി ആകുമ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയുള്ള കാലമെല്ലാം എൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. കാലാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മാനസിക കാലാവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയെക്കാളും വ്യത്യസ്തമായ കാലാവസ്ഥയാണിത്. ഇവള് വളരെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി റിലേഷൻസ് വരികയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, ദൈവത്തിനും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, വളർത്തുക, നിലനിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പരുവപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ ഗ്രിൻസി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവൾ സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിച്ചാണ് വന്നത് ഉടമ്പടി എടുക്കുന്നത്. പ്രാർത്ഥിച്ച് വന്നെടുത്തിട്ട് ഈ ഉടമ്പടിയോട് കൂടി ഞാനും ദൈവവും തമ്മിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ സാധാരണ കേവല മനുഷ്യനും ഉടമ്പടി മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഉടമ്പടിയിലെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെതാണെന്ന് നമ്മളെല്ലാവരും പറയും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ ആർക്കും പറയാം, അതിനൊരു കുഴപ്പമില്ല. ദൈവം അല്ലെന്ന് പറയുന്നിടത്തോളം കാലം നമുക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിലെ പശു ചിരസ പുല്ല് തിന്നത്തില്ല. എന്താ കാര്യം? ഈ എല്ലാ കാര്യങ്ങളും സാധൂകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. വിശ്വാസത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
വിശ്വാസം ജസ്റ്റിഫൈഡ് ആകുന്നത് പ്രവൃത്തികളിലൂടെയാണ്. അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കും പറയാം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം വിശ്വാസം കൊണ്ട്, അതിനെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തെ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കാൻ ആർക്കാണ് ബാധ്യത? നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ഇപ്പോഴും ഞാൻ ഈശോയിൽ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ആത്മാർത്ഥത നമുക്കുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥതയാണ് അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിനെ സാധൂകരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാൽ സാധൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയാണെങ്കിലും, ഇപ്പൊ നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ എന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയിൽ നിൽക്കണത്. അല്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ല, നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ഡിസ്പോസിഷനുണ്ട്. ഓരോ കാര്യത്തിനെ, എല്ലാ കാര്യത്തിനും കൂടി ഒരു രീതി അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഊണ് കഴിക്കും. കസേര ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദൈവം കേൾക്കും. കാര്യം പ്രാർത്ഥിക്കണം നമ്മളല്ലേ, മനസ്സിൽ എന്നെ പ്രധാനം. പക്ഷേ ഒരു ഫിസിക്കൽ ഡിസ്പോസിഷൻ അവിടെ വരും. എന്താ കാര്യം? ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ, അതുകൊണ്ട് ഞാൻ മുട്ടേ നിൽക്കുന്നത്. കാര്യം ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷനാണ്. അതാ വിഷയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻ. നമുക്ക് നടന്നൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ രാവിലെയൊക്കെ നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എന്താണ്? മുട്ടേ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു രീതി. അതേസമയം ഇന്ത്യൻ രീതി അനുസരിച്ച് സർവ്വസാഷ്ടാംഗമായിട്ട് വീണ് കിടക്കും. അതും ശരിയാണ്. കാര്യം എന്താണ്? അത് നമ്മൾ എല്ലാ വിഷയത്തെക്കാളും ദൈവത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സർവാംഗ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കും. ഞങ്ങളൊക്കെ കിടക്കും അതുപോലെ. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഡിപ്പോസിഷനാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോണവരും ഉണ്ടാകും. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ കിടക്കേണ്ടി ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കമന്നാണ് കിടക്കണത്. കേട്ടാ, ഉറക്കം നമുക്കത് ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ കിടക്കാം അല്ലേ. പക്ഷേ സർവ്വസാഷ്ടാംഗം വേണം കിടക്കണം. എങ്ങനെയാണ്? കമന്നാണ് കിടക്കണത്. കൈ സ്വസ്തിക എഴുതി ശിരസിൻ്റെ മുന്നിൽ വെച്ച് കവന്ന് കിടക്കൂടാ. അപ്പോൾ വെച്ചാൽ സർവാംഗം നമ്മൾ സമർപ്പിക്കണം എന്നാണ് അവർ. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, പ്രോപ്പർ പൊസിഷൻ. ഇതുപോലെ ഉടമ്പടിക്കും ഒരു പ്രോപ്പർ പൊസിഷനുണ്ട്. ഒന്നല്ല, ഒത്തിരി പ്രോപ്പർ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ നിലപാടുകളും വരും. ഓരോ വിഷയത്ത് അതിൽ സമീപനങ്ങൾ വരും. നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ജിൻസിയുടെ വിഷയം എന്താണ്? ജിൻസിയുടെ ഭർത്താവിന് അലക്സിനാണ് കിഡ്നി അസുഖം. ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചതാണ്, ചെറുപ്പക്കാരാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറി വേറൊരു ലെവലിലായി. ഡയാലിസിസ് കഴിഞ്ഞോടുകൂടി ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇയാൾക്കൊരു ഐഡിയ ഇല്ല. ഇയാൾ തളർന്ന രീതിയിൽ ഇവളെ ഇങ്ങനെ നോക്കും. എന്താണ്? നമ്മൾ പിരികയാണല്ല എന്നുള്ള അതാണ് അവസ്ഥ. നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കും, അവസാനത്തെ കൂദാശ കൊടുക്കും. അപ്പം അച്ഛൻ പോയി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയും. ആ ഓരോ സിറ്റുവേഷൻസ് നോക്കി, ഈവൻസ് കണ്ടില്ലേ? അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരെല്ലാം ഈ ജിൻസിയെ കെട്ടിപ്പിടിച്ച് കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തീർന്ന് പോയി, ഈ ലോകത്തുനിന്ന് വിടപിരിഞ്ഞെന്ന രീതിയിലൊക്കെ കഴിയും. പക്ഷേ ഇവിടെ പറയണത് ഞാൻ കരഞ്ഞില്ലെന്ന് പറയണം. അതാണ് ഡിസ്പോസിഷൻ. അതാണ് ഉടമ്പടി. ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം നോക്കണം. ഈ വിഷയങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. എന്താ കാര്യം?
എനിക്കറിയാം അമ്മ ഏതെങ്കിലും നിമിഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അമ്മ ഈ വിഷയം അറിയും. അച്ഛൻ വന്നതും അച്ഛൻ പോയതൊക്കെ ആദ്യം പറഞ്ഞത് ആരാണ്? അമ്മ അറിഞ്ഞിട്ടുണ്ട് ഇത് ഇതിനടുത്ത്. ഇതാണ് ഡിസ്പോസിഷൻ. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ അതായത് ഇത്രയും നമ്മുടെ ചുറ്റും ലോകം മുഴുവനും കലങ്ങി മറിയുമ്പോഴും ഉടമ്പടി എടുത്ത ആ ദൈവ പൈതൽ ഒരു ഉടമ്പടി നിലപാടുണ്ട്. ഉടമ്പടി സമീപനത്തിലൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് തൻ്റെ ഈ സംഘർഷങ്ങളിടയിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറച്ചിൽ അങ്ങ് അറ്റ കൈയായിട്ട് നിൽക്കുകയാണ്. കരയാതെ അങ്ങ് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറണത്. പടപടാ ഇവരുടെ ഇതെല്ലാം ദൈവത്തിൽ നമ്മളുടെ ഒരു നിലപാട് സമീപനമൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചുണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അതായത് ഈ ഇങ്ങനെയുള്ള സംഘർഷ സമയത്തുള്ള നമ്മുടെ ഇതൊക്കെ ഒരു ഉടമ്പടി നിലപാടാണ്. എന്താ, നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുകയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവവും നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഈ ഒരു വ്യവഹാരത്തിൽ ബന്ധത്തിൽ 50-50 പാർട്ട്ണറാണ് നമ്മൾ. പകുതി നമ്മളും പകുതി ദൈവവുമാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ് ഉടമ്പടി. ദൈവവും നമ്മളുള്ള അതിലൊരു വിഷയമാണ് ഭർത്താവിൻ്റെ ഈ കിഡ്നിയുടെ അസുഖം ഭേദമാകണത്. പരിശുദ്ധ ത്രിത്വൈക ദൈവത്തിനും അമ്മ മാതാവിനും 1 കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് അനു തോമസ്. ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. ജൂലൈ 9 ആയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആയി. അപ്പം ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത് എൻ്റെ ഒരു വാഗമണ്ണ് ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. ഞാൻ അതിൻ്റെ സാമ്പത്തികമൊന്നും കയ്യിലില്ല, ലോൺ എടുക്കാനായിട്ടായിരുന്നു. അപ്പം ആ ലോണിന് വേണ്ടി ലോണെല്ലാം പാസ്സാകാനായിട്ടാണ് ഞാൻ അതിൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ലോണെല്ലാം പാസ്സാകുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അത് വിശ്വസിച്ച് ഞങ്ങൾ ഇന്നലെ പണമിടപാട് എല്ലാം ചെയ്യാമെന്ന് ഏറ്റിരുന്നു, ഡേറ്റ് കൊടുത്തിരുന്നു. അങ്ങനെ 2 ദിവസം മുന്നേ ഞങ്ങൾ ബാങ്കിലെല്ലാം കയറി ഇറങ്ങി. അന്നേരം 1 CR ആണെന്ന് ഞങ്ങൾ ലോൺ അപ്ലൈ ചെയ്തത്. അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് അവർ ഈസി ആയിട്ടൊന്നും നമുക്ക് അത് സാങ്ഷൻ ആക്കത്തില്ല, കുറച്ചൊക്കെ തടസ്സങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ ഞാൻ ഒരു ദിവസം 4 ജപമാല വെച്ച് ഞാൻ ചൊല്ലിക്കോളാം, എനിക്ക് 3 മാസം കംപ്ലീറ്റ് 360 ജപമാല അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചോളാം, എനിക്ക് ഈ ലോണ് സാങ്ഷനാക്കി തരണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ ലോണിന് തടസ്സങ്ങൾ പറയുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ എൻ്റെ 360 ജപമാല ഒന്ന് ഓർക്കണമേ, എനിക്ക് വേണ്ടി അമ്മയൊന്ന് ഇവിടെ നിന്ന് സംസാരിക്കണമേ എന്ന് ഞാൻ അമ്മയോട് ഞാൻ സംസാരിക്കുമായിരുന്നു. എനിക്കറിയാം 360 വലിയ ഒരു നമ്പറൊന്നുമല്ല, പക്ഷേ ഞാനൊരു 0-യിൽ നിന്നാണ് 360 വന്നത്. അതായത് ഞാൻ വലിയ ഒരു ജപമാല പോലും ചൊല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ദിവസം 4 ജപമാല ചൊല്ലുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അമ്മയോട് അപേക്ഷിച്ച പ്രകാരം തന്നെ എനിക്ക് ഇന്നലെ ബാങ്കിൽ നിന്നും എല്ലാ പണമിടപാടുകളും എല്ലാം ഞങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു തുക നമുക്ക് അപ്രൂവലായി കിട്ടി. ഇന്നലെ ഞങ്ങൾ പണമിടപാട് നടത്തി. ഇന്നിപ്പം 1 മണി സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുമായിട്ട് ഇപ്പം പീരുമേട് പഞ്ചായത്തിൽ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് അമ്മ ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ 2 വർഷം മുന്നേ ഇവിടെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാധിച്ചായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, കൃപാസന മാതാവിൻ്റെ കുഞ്ഞ് അബുദാബി ഹോസ്പിറ്റലിൽ എന്നുള്ളൊരു സാക്ഷ്യമായിരുന്നു. അങ്ങനെ വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാൻ സാധിച്ചു. അപ്പം അവന് 6-ാം മാസത്തിലുണ്ടായ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് അത് ഡോക്ടേഴ്സ് എല്ലാം പറയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല. അപ്പോൾ 2ാമത്തെ കുഞ്ഞിന് ചെറുതായിട്ട് സംസാരത്തിൽ ഒരു ചെറിയൊരു ഡിലേ വന്നപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ ഡോക്ടറോട് ചോദിച്ചായിരുന്നു, ഈ ഇളയ കുഞ്ഞ് 6-ാം മാസത്തിലാണ് ജനിച്ചത്, അവൻ ഇതുപോലെ ചെക്കപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, അവർക്കല്ലാതെ ഇതെന്തൊരു റിസ്ക് ഉള്ള കൊച്ചാണ്, ഈ കൊച്ചിനല്ലാതെ വേറെ ആർക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത്രയും റിസ്ക് ഉള്ള കൊച്ചാണ് 6-ാം മാസത്തിൽ, അതെല്ലാം എവരി 3 മന്തിൽ അല്ലെങ്കിൽ 6 മന്തിൽ നിങ്ങളത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളതൊന്നും വലിയ മൈൻഡാക്കിയില്ല. മാതാവ് കാത്തുകൊള്ളുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ മാതാവ് നോർമലായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് അവൻ്റെ ബുദ്ധിശക്തിയിലും അവൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നോർമലിനെക്കാട്ടിലും നല്ല രീതിയിൽ അവന് വളർന്നു വരുന്നു. പിന്നെ അവന് കഴിഞ്ഞ ഒരു മാസം അവന് ബ്ലാഡർ യൂറിൻ സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന് യൂറിൻ പാസ്സാകുന്നില്ല.
ആകുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, അതിൻ്റെ പുറകിൽ എന്താ കാരണമെന്ന് അറിയില്ലായിരുന്നു. കുഞ്ഞ് യൂറിൻ പാസ്സാകേണ്ട ആ ഒരു ഒരു 3 to 4 hours ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് യൂറിൻ പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഡയപ്പർ ശ്രദ്ധിച്ചുമില്ലായിരുന്നു, യൂറിൻ പാസ്സാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ യൂറിൻ പാസ്സാകാൻ മേലാതെ അവൻ കരയുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അന്നേരം തന്നെ ഡോക്ടർ കത്തീറ്റർ ഇട്ടു, യൂറിൻ ഔട്ട് ചെയ്തു. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീണ്ടും അടുത്ത 4 hours കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. അന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പം യൂറോളജിസ്റ്റ് വന്നിട്ട് അവന് കത്തീറ്റർ ഇട്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ഊരാൻ വളരെ എളുപ്പമാണ്, കുഞ്ഞായതുകൊണ്ട് അവന് യൂറിൻ എപ്പോഴും കത്തീറ്റർ എപ്പോഴും ഇടുന്നത് പ്രയാസമാണ്, അതുകൊണ്ട് ഇത് കിടക്കട്ടെ, അവന് എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം കത്തീറ്റർ ഊരാന്നാണ് യൂറോളജിസ്റ്റ് പറഞ്ഞത്. അപ്പം ഈ കൊച്ചായതുകൊണ്ട് ഈ കത്തീറ്റർ ഇട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് എത്ര നാൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും, അത് ഊരിക്കളെ, നിങ്ങൾക്ക് ഇനി അവന് യൂറിൻ പാസ്സാകേണ്ട സമയം അപ്പോൾ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. അപ്പോൾ ഇവനെ കാണിക്കേണ്ടതും ഗ്യാസ്ട്രോനെയാണ് കാണിക്കേണ്ടത്. ഇവന് ഗ്യാസ്ട്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നമാണ്. അപ്പം ഇതൊക്കെ ഉള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ ആ യൂറിൻ കത്തീറ്റർ ഊരി ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെയും അവന് യൂറിൻ പാസ്സാകേണ്ട സമയമായപ്പോൾ കൊച്ചു കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുട്ടുകുത്തി നിന്ന് വിശ്വാസപ്രമാണം ഞങ്ങൾ കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ചൊല്ലി. അതിൻ്റോടുകൂടി മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ അടിവയറ്റിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്നേരം തന്നെ കുഞ്ഞ് യൂറിൻ പാസ്സാവുകയും അവൻ്റെ ആ ബുദ്ധിമുട്ട് മാറുകയും ചെയ്തു. പിന്നെ തന്നെ പതുക്കെ അവന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും തനിയെ യൂറിൻ പാസ്സായി അങ്ങനെ നോർമലായി. അതിൽ പിന്നെ അവൻ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവൻ്റെ പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു, സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു, യൂറിൻ ഇങ്ങനെ പോകാതെ നിന്നത്. ഇപ്പോൾ ആ കോൺസ്റ്റിപ്പേഷനും മാറി അവൻ നോർമലായിട്ടുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ നെയ്ബർ, അബുദാബിയിൽ എൻ്റെ നെയ്ബർ, പുള്ളിക്കാരന് അവർക്ക് 4 പിള്ളേരാണ്. ഹസ്ബൻഡിന് മാത്രമേ ഉള്ളൂ ജോലി, വൈഫ് ജോലിയില്ല. അപ്പം പുള്ളിക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു അസുഖങ്ങൾ വരുന്നുണ്ട്. അതായത് കാല് ഫുള്ള് മന്ത് പോലെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പം അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടം വരെ അവരുടെ വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പുള്ളിയെടുക്ക് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പുള്ളിയുടെ വൈഫ് എന്നെ വിളിച്ചു, അനു വലിയൊരു അത്ഭുതം നടന്നു, ഇത് എത്ര മാസങ്ങളായിട്ട് ഇങ്ങനെ ഈ കാലും പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാവോ, പെട്ടെന്ന് ആ നീരങ്ങ് വലിഞ്ഞു. ഇപ്പോൾ ഒരു 20% ഉള്ളൂ നീര് വലിയാനായിട്ട്. വലിയൊരു അനുഗ്രഹമായി അനു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് അന്നേരം തൊട്ട് ഒരു സൗഖ്യം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നി. എങ്ങനെ ഉടമ്പടി എടുക്കേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അവർ ഉടമ്പടിയിലാണ്. പിന്നെ ഈ അസുഖക്കാരനായ ആ പുള്ളിക്കാരൻ ഇവിടെ മാതാവിൻ്റെ ജവമാല റാലിയിലൊക്കെ വന്ന് കഴിഞ്ഞ വർഷമൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഉടമ്പടിയിലേക്ക് മാതാവിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ജവമാല ചൊല്ലാൻ പണ്ടൊക്കെ ഞാൻ ജവമാല ചൊല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ വലിയ ദൈവവിശ്വാസം എനിക്ക് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഇപ്പം ജപമാല ഒരു ദിവസം 4 എണ്ണം വെച്ച് എനിക്ക് ചൊല്ലാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഫ്രീ ആയിട്ടൊരു സമയം കിട്ടുമ്പോൾ പോലും പെട്ടെന്ന് എനിക്കൊരു പ്രേരണ കിട്ടുകയാണ്, ജപമാല ചൊല്ല് എന്നുള്ളൊരു പ്രേരണ കിട്ടുകയാണ്. അപ്പം ഇങ്ങോട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ കൃപാസനം വരെ വന്ന സമയത്ത് എനിക്കൊരു 4 ജപമാല ചൊല്ലി തീർക്കാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ വെറുതെ അല്ല ചൊല്ലുന്നത്, ഞാൻ ഓരോ രഹസ്യങ്ങളും അതിൽ പറയുന്ന പോലെ തന്നെ ധ്യാനിച്ചാണ് ഞാൻ ചൊല്ലാറുള്ളത്. അങ്ങനെ വേറുള്ള ചിന്തയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ജപമാല ചൊല്ലാൻ വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അത് ഈ കൃപാസനത്തിൽ വന്നതിൽ പിന്നെയാണ്. ഓരോ രഹസ്യം, ഒന്നാമത്തെ രഹസ്യമാണെങ്കിൽ മാതാവിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് അത് ചൊല്ലാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ ദർശനങ്ങൾ ഞാൻ ഒത്തിരി ഒരു തൻ്റെ നിഷേധിതോ എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മമ്മി ഇപ്പം മരിച്ചുപോയി. മമ്മി ഉണ്ടായിരുന്ന സമയത്തൊക്കെ മമ്മിയോട് ഞാൻ എപ്പോഴും വഴക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ മമ്മി അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വാശിയൊക്കെ കുറച്ച് കൂടുതലാണെന്നറിയാം.
അപ്പം മമ്മിക്ക് അതൊന്നില്ലൊന്നും വേദനയൊന്നും ഇല്ല, മമ്മി അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇത്, ഞാൻ അമ്മയോട് എനിക്ക് എന്തെങ്കിലും ഒരു കുറവൊക്കെ എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ അമ്മയോട് ചുമ്മാ ഒന്ന് പറയും തന്നില്ലല്ലോ എന്നൊക്കെ, ഇങ്ങനെ ചുമ്മാ ഒന്ന് വഴക്ക് പിടിക്കുന്ന രീതിയൊക്കെ കാണിക്കും. പക്ഷേ എന്ന് പറഞ്ഞാലും അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്തും അങ്ങനെ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയാലും അമ്മ എനിക്ക് ഭയങ്കര ഒരു അതിശയമാണ്. അമ്മ എന്തൊരു കരുണയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എപ്പോഴും ഓർക്കും. എന്ത് കരുണാമയി, എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാൻ എന്തുമാത്രം മാതാവിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. എനിക്ക് സ്വപ്നത്തിൽ രാത്രിയിൽ എനിക്ക് ദർശനങ്ങൾ തരുന്നു. മാതാവിനെ കാണാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛന് ജോസഫ് അച്ഛന് ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുകയും അതിൽ നിന്ന് നീലയും ചുവപ്പും പ്രകാശമൊക്കെ പ്രകാശം നമ്മളിലേക്കൊക്കെ വരുന്നതായിട്ടും ഒക്കെയുള്ള സ്വപ്നങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ തന്നെ മാതാവ് എന്നെ വേറെ രീതിയിൽ തന്നെ കാശുരൂപമൊക്കെ ചെളി കയറിയിരിക്കുന്നതായിട്ടൊക്കെ സ്വപ്നങ്ങൾ ഞാൻ കാണുന്നത് അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോ എനിക്ക് മാതാവിലൂടെ തന്നിരിക്കുന്നു. മെയിനായിട്ടും പറയാനായിട്ടുള്ളത് ഈ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ വന്നതിൽ പിന്നെ ഒന്നിനും ഒരു കുറവും എനിക്ക് ഇല്ല, ഒന്നിനും കുറവില്ല. പിന്നെ എനിക്കെൻ്റെ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതല്ല. ഇവിടെ വന്നപ്പോൾ മാതാവ് എന്നോട് ചോദിക്കുന്ന പോലെ നിനക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തന്നിട്ടില്ലേ, നിനക്ക് ഭൗതികമായിട്ടും നിനക്ക് ആത്മീയപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തന്നിട്ടില്ലേ എന്ന് മാതാവ് എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അന്നേരം മാതാവിനോട് ചോദിച്ചു, അതിന് ഞാൻ യോഗ്യയല്ല, എനിക്ക് കുറവുകൾ ഒത്തിരി ഉണ്ട്. അത് ഞാൻ വെച്ചുകൊണ്ട് കപട ഹൃദയമായിട്ട് ഞാൻ എങ്ങനെ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറയും. കാരണം എനിക്ക് എൻ്റെ ഒരു സഹോദരിയായിട്ട് എനിക്കതൊരു പിണക്കമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. പിണക്കം ഇല്ല എനിക്ക്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് മിണ്ടാത്തത് കൊണ്ട്, ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ്, ഹസ്ബൻഡിനോട് മിണ്ടാത്തത് കൊണ്ടുള്ള പിണക്കമാണ് എനിക്ക്. അത്ര വലിയ തീവ്രതയുള്ളതല്ല അല്ല, പക്ഷെ മിണ്ടത്തില്ല, അങ്ങനൊരിത്. അപ്പം ഞാനത് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എനിക്ക് എൻ്റെ സഹോദരിയായിട്ട് ഒരു പിണക്കം ഉണ്ടോ, ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു, പിന്നെ അങ്ങനെ ഞാൻ സാക്ഷ്യം കയറി പറയും എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചെന്താ അവളുമായിട്ട് മിണ്ടിയിട്ട് വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന്. അപ്പം മാതാവ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മയെ സാക്ഷിയാക്കി ഞാൻ എൻ്റെ സഹോദരിയോട് ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റ് അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഞാൻ അവളോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ അവളോട് ക്ഷമിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചിലപ്പോൾ പറയുന്നതാണ്. അവളോട് ഞാൻ ഈ നിമിഷം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു.